തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രന് ഇനി പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടി വരും. അതും ഒന്നും രണ്ടുമല്ല, കോടികളുടെ കണക്കുകൾ. അതിനായി പിന്നാമ്പുറങ്ങളിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. തന്റെ പ്രവർത്തന മണ്ഡലം കോഴിക്കോട്ടേക്ക് മാറ്റുന്നതിൽ പാർട്ടി തീരുമാനം കാത്തിരിക്കുന്ന ആര്യ ഇനി എന്തൊക്കെ നേരിടേണ്ടി വരും? അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ആദ്യ മേയർ എന്ന ചരിത്രം എഴുതിക്കൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തലപ്പത്ത് ആര്യ രാജേന്ദ്രൻ എന്ന 21-കാരി തന്റെ സിംഹാസനം ഉറപ്പിച്ചത്. യുവത്വത്തിന്റെ ചുറുചുറുക്കോടെ തലസ്ഥാന നഗരിയുടെ ഭരണം നിർവഹിക്കാൻ ഈ കൊച്ചു പെൺകുട്ടിക്ക് കഴിഞ്ഞേക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന പൊതുജനങ്ങൾക്ക് പിന്നീട് ഇങ്ങോട്ട് കേൾക്കാൻ കഴിഞ്ഞത് വിവാദങ്ങളുടെ പെരുമഴ. അപക്വമായ പെരുമാറ്റ രീതികൾ കൊണ്ട് കുപ്രസിദ്ധി നേടി 5 വർഷങ്ങൾക്ക് ശേഷം ഒടുവിൽ ആര്യ സ്ഥാനം ഒഴിഞ്ഞപ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ പദവി മറ്റൊരു ചരിത്രം കുറിച്ചു. കേരളത്തിൽ ആദ്യ BJP മേയറായ VV രാജേഷ് അധികാരത്തിലെത്തിയിരിക്കുന്നു. അതും തുടക്കം തന്നെ ആര്യയ്ക്കെതിരായ പരാതി സ്വീകരിച്ചുകൊണ്ട്. ഇതിലേറെ കൗതുകം, പരാതി നൽകിയത് മുൻ കോൺഗ്രസ് കൗൺസിലറും. ആര്യ രാജേന്ദ്രൻ ഉൾപ്പെട്ട കത്ത് വിവാദവും കോടികളുടെ സാമ്പത്തിക അഴിമതികളും അന്വേഷിക്കണമെന്നാണ് മുൻ കൗൺസിലറായിരുന്ന ശ്രീകാര്യം ശ്രീകുമാർ പുതിയ മേയർക്ക് പരാതി നൽകിയത്. ആര്യ രാജേന്ദ്രനെ വ്യക്തിപരമായി ലക്ഷ്യം വയ്ക്കില്ലെന്നാണ് പുതുതായി ചുമതലയേറ്റ മേയർ VV രാജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. എന്നാൽ അധികാരത്തിലെത്തിയാൽ ആര്യയ്ക്കും ഭരണസമിതിക്കുമെതിരായ അഴിമതി ആരോപണങ്ങളിൽ കോർപ്പറേഷൻ ആഭ്യന്തര അന്വേഷണം നടത്തുമെന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പ്രാവർത്തികമാവുകയാണ്. ഇതോടെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിരുന്ന പല അന്വേഷണങ്ങൾക്കും വീണ്ടും ജീവൻ വയ്ക്കുമെന്ന് ഉറപ്പായി. ആര്യയുടെ പക്വതയില്ലാത്ത പ്രവർത്തന രീതികളും ജനങ്ങളോടുള്ള സമീപനവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMന് തോൽവി നേരിട്ടതിൽ ഒരു കാരണമായതായാണ് വിലയിരുത്തൽ. ഇക്കാര്യം പാർട്ടി തന്നെ ജില്ലാ കമ്മിറ്റിയിൽ ആരോപിച്ചതോടെ ആര്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ ആര്യ രാജേന്ദ്രൻ സജീവമായിരുന്നില്ല. ആര്യയെ മുൻനിർത്തി മത്സരത്തിനിറങ്ങിയാൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലായിരിക്കാം അതിന് കാരണമായത്. ഇപ്പോഴിതാ BJP അധികാരത്തിൽ വന്നതോടുകൂടി സ്ഥിതി കൂടുതൽ വഷളായിരിക്കുന്നു. ആര്യയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഭരണവീഴ്ചകൾ ഒന്നൊന്നായി പൊടിതട്ടിയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. എണ്ണിയാൽ ഒടുങ്ങാത്ത അഴിമതിയുടെ ഒരു കേന്ദ്രമായി കഴിഞ്ഞ 5 വർഷക്കാലം നഗരസഭ മാറിയിരുന്നു. അതിനെ സംബന്ധിച്ചൊക്കെ ഞാൻ വിജിലൻസിൽ ഈ കത്തുവാദം വരുമ്പോൾ വിജിലൻസിന് പരാതി നൽകി. വിജിലൻസിന്റെ പരാതിക്ക് ശേഷം ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി മറ്റന്വേഷണം വേണ്ട എന്ന് തൽക്കാലത്തേക്ക് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണം തന്നെയായിരുന്നു നടന്നത്. ആ അന്വേഷണത്തിലൊന്നും യഥാർത്ഥത്തിൽ പ്രതികളെ കണ്ടെത്താനോ കർശന നടപടി സ്വീകരിക്കാനോ കഴിഞ്ഞില്ല. അതിനുശേഷം വന്ന SC ഫണ്ട് തട്ടിപ്പ്, അതിനെ സംബന്ധിച്ച് നിരവധി പരാതികൾ കൊടുത്തു. SC/ST കമ്മീഷനെ സമീപിച്ചു. ഇവിടെ നിന്നൊന്നും തന്നെ ഒരു നടപടിയിലോട്ട് പോകുന്നില്ല. SC/ST ഫണ്ട് തട്ടിപ്പ് എന്ന് ഒരു പ്രാവശ്യം മാത്രമല്ല നടന്നത്, ഓരോ വർഷക്കാലവും നടന്നു. അങ്ങനെ ഏകദേശം 3 വർഷക്കാലം നടന്നതിന്റെ രേഖകളാണ് അന്ന് പുറത്ത് മാധ്യമങ്ങളുടെ വന്നത്. അതിൽ ഈ അടുത്ത കാലത്തായിട്ട് കുറെ അറസ്റ്റുകൾ നടന്നു. കോടതി അന്ന് തന്നെ അവർക്ക് ജാമ്യം ലഭിക്കുന്ന തരത്തിലായിരുന്നു ആ അറസ്റ്റുകൾ നടന്നത്. അത് അവിടുത്തെ ജീവനക്കാരല്ലായിരുന്നു, അത് വെളിയിലുള്ള പട്ടികജാതി സംഘങ്ങളുടെ ആൾക്കാരായിരുന്നു. അപ്പോൾ വെളിയിലുള്ളവർക്ക് പോലും ഈ നഗരസഭയ്ക്ക് അകത്ത് കടന്നു കയറി തട്ടിപ്പ് നടത്താം. ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന കാലത്തെ കോർപ്പറേഷൻ ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ പ്രധാനമായും 2023-24 കാലത്തെ റിപ്പോർട്ടിൽ അതീവ ഗുരുതരമായ സാമ്പത്തിക അഴിമതികളും തിരിമറികളും ക്രമക്കേടുകളുമാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഇക്കാലയളവിൽ അനുവദിക്കപ്പെട്ട 228.71 കോടി രൂപയുടെ ഫണ്ട് കാര്യക്ഷമമായി ഉപയോഗിക്കാതെ 1071 വികസന പദ്ധതികൾ നടപ്പിലാക്കാതെ പോയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ബജറ്റിൽ വകയിരുത്തിയതിനേക്കാളും കൂടുതൽ ചെലവ് വരുത്തിയെന്നും നടപ്പാക്കിയ പദ്ധതികളിൽ തന്നെ ഭീമമായ പല തുകകളും തിരിമറി നടത്തിയെന്നും കണ്ടെത്തലുണ്ട്.
ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം അന്ന് നൽകിയ പ്രധാന പരാതികളിലൊന്നും തന്നെ അന്വേഷണം എങ്ങുമെത്തിയിരുന്നില്ല. ഇവയിൽ പ്രധാനം SC/ST ഫണ്ട് തട്ടിപ്പും വാഹന ഇൻഷുറൻസ് തട്ടിപ്പുമാണ്. ഇവ കൂടാതെ മറ്റു ചില ഗുരുതരമായ കണ്ടെത്തലുകൾ ഇങ്ങനെ: മരാമത്ത് പ്രവൃത്തി നിർവഹണത്തിലെ വൻ വീഴ്ചകൾ, കരാറുകാർക്ക് നൽകിയ അഡ്വാൻസിൽ ഭീമമായ തുകകളിൽ വ്യത്യാസം, ആരോഗ്യ മേഖലയിലും വയോജന സംരക്ഷണത്തിനുമായി നടപ്പാക്കേണ്ട പദ്ധതികളിൽ വരുത്തിയിട്ടുള്ള ക്രമക്കേടുകളും ഇതുമൂലം സർക്കാരിന് നേരിടുന്ന കനത്ത നഷ്ടവും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. ഏകദേശം 1 കോടിയിലേറെ രൂപയുടെ ക്രമക്കേടാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. കുടിവെള്ളം, ശുചിത്വം, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങി അടിസ്ഥാന ആവശ്യങ്ങൾക്കായി അനുവദിച്ച തുക 33.3 കോടി രൂപയായിരുന്നു. നഗരസഞ്ചയനം എന്ന് പേരിട്ടിരുന്ന ഈ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളിലും കണക്കുകളിലും വൻ വീഴ്ച സംഭവിച്ചതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സർക്കാർ ഉത്തരവ് പാലിക്കാതെ സ്കൂളുകൾക്കായി കമ്പ്യൂട്ടറുകൾ വാങ്ങി നൽകിയതിലും സർക്കാർ അനുമതിയില്ലാതെ നടത്തിയ നിയമനങ്ങളിലൂടെയുണ്ടായ കോടികളുടെ തിരിമറികളും വേറെ. ഇങ്ങനെ നീളുന്നു അഴിമതികളുടെ പട്ടിക. ഏകദേശം 500 കോടിയിലേറെ രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സ്വാഭാവികമായും കരുതുന്നത് 5 വർഷം കൊണ്ട് 500 കോടിയിലധികം രൂപയുടെ വെട്ടിപ്പ്, അഴിമതി, ക്രമക്കേട്, സ്വജനപക്ഷപാതം, ഇങ്ങനെ എല്ലാ തരത്തിലും അവിടെ നടന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒരു അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. പുതിയ ഒരു സംവിധാനങ്ങളുടെ ഭരണം ഇപ്പോൾ വന്നിരിക്കുന്നത് ശ്രീ BV രാജേഷിന്റെ നേതൃത്വത്തിൽ. അദ്ദേഹവും ഈ നഗരത്തിന്റെ അഴിമതിക്കും അനീതിക്കുമെതിരെ സമരം ചെയ്തിട്ടുള്ള ആളാണ്. ഞാനും എൻ്റെ പാർട്ടിയും അതുപോലെ തന്നെ ഈ സമരങ്ങളിലെല്ലാം പങ്കെടുത്തു. സമരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സമരം നയിച്ചവരാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ കൃത്യമായും ഞങ്ങളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കി. ഞങ്ങളല്ല അധികാരത്തിൽ വന്നത് എന്നുള്ളത് കൊണ്ട് പ്രതിപക്ഷത്ത് നിന്ന് അധികാരത്തിൽ വന്ന BJPയുടെ നേതൃത്വത്തിന് ഇതെല്ലാം ചെയ്യാൻ സ്വാഭാവികമായും ബാധ്യതയുണ്ട്. കാര്യം ഇവര് പ്രതിപക്ഷത്തിൽ നിന്ന് UDFും BJPയും ഇതിനെതിരെ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് പൊതുസമൂഹത്തിന് വേണ്ടി ഇത് ചെയ്യാൻ കണ്ടെത്തി കുറ്റക്കാരെ ശിക്ഷിച്ച് ഒരു മികച്ച ഭരണം നടത്തുവാൻ അവർക്ക് ധാർമ്മികമായും ബാധ്യതയുണ്ട്. കോർപ്പറേഷൻ CPM ഭരിച്ചപ്പോൾ ആര്യയ്ക്കും കൂട്ടർക്കുമെതിരെ സമരമുറകൾ തൊടുത്തുവിട്ട് പന്തൽ കെട്ടി പ്രതിഷേധിച്ചവരൊക്കെ ഇപ്പോൾ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. വിവാദങ്ങളിലൂടെയും അപക്വമായ പെരുമാറ്റ രീതികളും വഴി ജനമനസ്സുകളിൽ നിന്ന് അകന്ന മുൻ മേയറെ സംരക്ഷിക്കാൻ പാർട്ടി ഇടപെടുമോ എന്ന് കാത്തിരുന്ന് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.